ഹലോ ഗൈസ്, നമ്മുടെ ഡിഫൻഡർ ഇപ്പോൾ നമ്മൾ ഫുള്ള് മോഡിഫൈ ചെയ്തായിരുന്നു. അതിൽ ഫുള്ള് നമ്മൾ മെയിനായിട്ട് വെച്ചേക്കണത് ഈ റൂഫ് റാക്കിലെ ആക്സസറീസ് ആണ്. ഇത് ഓഫ് റോഡൊക്കെ ചെയ്യാൻ നേരം വീല് സ്റ്റക്കായി കഴിഞ്ഞാൽ കയറ്റി പോകാനുള്ള സ്കിഡ് പ്ലേറ്റ് ആണ്. പിന്നെ ഈ വുഡിൻ്റെ ബോക്സ്, ഇത് ക്യാമൽ ട്രോഫിയിലൊക്കെ ഉള്ള സെറ്റപ്പ് മോഡലാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഉള്ളത് ഒരു ഓയിൽ ബാരലാണ്. ഇത് റെഡാണ് പറഞ്ഞത്, നമ്മൾ ജസ്റ്റ് മാറ്റ് ബ്ലാക്ക് അടിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഈ ജസ്റ്റ് വെറുതെ ഒരു സ്റ്റീലിൻ്റെ ഒരു പെട്ടിയിൽ നമ്മൾ മാറ്റ് ബ്ലാക്ക് അടിച്ച് വെച്ചിട്ടാണെന്നുള്ളത്. റോപ്പ് പറഞ്ഞത് 3.5 mm വലിയ റോപ്പില്ലേ, അതിന് ഒരു 5 പീസൊക്കെ ഉള്ള റോപ്പാണ്. അത് സിംഗിളായിട്ട് എടുത്തിട്ട് ഒറ്റ പിരിക്കെടുത്ത് ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കണ ചെയ്താണ്. എന്നുവെച്ചാൽ ഈ ക്യാമൽ ട്രോഫിയുടെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡൊക്കെ പോകുന്ന നേരം ഓരോ ടാസ്ക് ഒക്കെ വരുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി ചെളിയിലും എന്തിലൊക്കെ കുടുങ്ങാൻ നേരം വലിച്ചെടുക്കാൻ വേണ്ടി വെച്ചുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് ക്യാമ്പയിൻ ചെയ്യാനുള്ള ആക്സസറീസ്, മറ്റേ ഷെല്ല് കൊടുക്കണ ഡീസൽ, അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാനുള്ള പ്രോപ്പറായിട്ടുള്ള ആക്സസറീസാണ് ഇതിനകത്തും ചെയ്ത് വെച്ചേക്കണത്. കളറിൽ ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ ആക്സസറീസൊക്കെ ഹോൾഡ് ചെയ്തേക്കണ ഈ റോപ്പ് പോലെ കാണുന്നത്, അത് ശരിക്കും റബ്ബർ പോലെ ഇലാസ്റ്റിക്. ഈ റൂഫ് റാക്കിൽ ഈ റോപ്പ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കണത് ജസ്റ്റ് മുട്ട് സൂചി വളച്ച് അറ്റത്ത് കെട്ടി ഫ്ലെക്സ് ക്യൂക്ക് കൊണ്ട് ഒരു ഡ്രോപ്പ് ഫ്ലെക്സ് ക്യൂക്ക് ഇട്ട് ഒട്ടിച്ചാണ് വെച്ചേക്കണത്. ഇത് വലിയണായതുകൊണ്ട് ഫ്ലെക്സിബിളായിട്ട് സ്ട്രെച്ച് ചെയ്യണതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. പിന്നെ ഈ മഡിലൊക്കെ വണ്ടി കുഴിഞ്ഞു പോകാൻ നേരം സപ്പോർട്ട് കൊടുക്കണ ഈ ബോർഡ് നമ്മൾ ചെയ്ത് വെച്ചേക്കണ ജിപ്സം ബോർഡൊക്കെ വാളിൽ ഫിറ്റ് ചെയ്യണ ആ സി ചാനൽ പോലത്തെ ഉണ്ടല്ലേ, അത് അതിൻ്റെ സെൻറ്ററിലുള്ള പോർഷൻ മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒറിജിനലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വണ്ടിയുടെ വെയിറ്റ് കൊണ്ട് ഇത് ബെൻഡായി പോകും. ജസ്റ്റ് ഷോ പീസായിട്ട് തൂക്കിയിട്ടേക്കണേ. പിന്നെ വണ്ടി ബ്ലാക്ക് കളറാക്കി. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നേരത്തെ നമ്മുടെ റെഡ് ഡിഫൻഡർ ചെയ്യുന്ന വെച്ച് തന്നെയാണ്. റൂഫിലെ ലൈറ്റും ബാക്കിയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ ഒറിജിനൽ ഡിഫൻഡറിൻ്റെ ചേസ് എടുത്ത് മാറ്റിയിട്ട് അതുമായി ടൈഫൂണിൻ്റെ ചേസ് കയറ്റിയേക്കണേണ്. അതാണ് വീലൊക്കെ ഇത്ര വൈഡായിട്ട് നിൽക്കുന്നത്. ഇതാണ് ആ ഡിഫൻഡറിന്റെ ബോഡി വരുന്നത്. ഇത് നമ്മള് ടൈഫോണിന്റെ ചേസെ കൊണ്ട് ഫിറ്റ് ചെയ്യണത്. അവിടെ താഴത്ത് PVC കൊണ്ട് 2 ലോക്ക് സിസ്റ്റം പരിപാടി സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ലോക്ക് ചെയ്യണത്. PVC ഷീറ്റ് കട്ട് ചെയ്ത് എൽ ഷേപ്പ് പോലെ ആക്കിയിട്ട് ഈ വണ്ടിയുടെ ചേസ് ബമ്പറിന്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ജോയിന്റിലായിട്ട് അത് കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് ബോഡിയുടെ ബമ്പറിന്റെ സൈഡിൽ തന്നെ 2 ബോൾട്ടിന്റെ സെറ്റപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ PVC ബാക്കിലെ ബമ്പറെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് 2 ഹോൾ ഇട്ടിട്ട് അതുമേലായിട്ട് ഇറക്കി വെക്കും. അപ്പോൾ ബോഡി ലെഫ്റ്റിനും റൈറ്റിലായിട്ട് തെന്നി പോരും.